ആദ്യം അഡ്വക്കേറ്റ് BM ജമാൽ, എന്തുകൊണ്ടാണ് മുസ്ലിം വിരുദ്ധമാണ് കേന്ദ്ര സർക്കാർ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് നിയമ ഭേദഗതി ബിൽ എന്ന് സംശയിക്കുന്നത്? ഈ വഖഫ് സ്വത്തുക്കളിന്മേൽ നേരത്തെയും ഒരുപാട് പരാതികൾ ഉയർന്നിട്ടുള്ളതാണ്. അത് മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെയും പല മുസ്ലിം സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി ഉള്ളതല്ല, ഈ ഭേദഗതി അവിടെ വിഭജന നീക്കമുണ്ട് എന്ന് സംശയിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് വഖഫ് നിയമത്തിന് ഏകദേശം 200 വർഷത്തിലധികം പഴക്കമുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ കൽക്കത്തയിലും മദ്രാസ് പ്രസിഡൻസിയിലും ഒക്കെ ചെറിയ തോതിലുള്ള വഖഫ് നിയമങ്ങളും പിന്നീട് 1936 വഖഫ് വാലിഡേറ്റിംഗ് ആക്ടും ഒക്കെ വന്ന് 1954 വഖഫ് നിയമം വന്നു. അങ്ങനെ ഓരോ നിയമം വന്ന് 84 ഒരു വഖഫ് ആക്ട് കൊണ്ടുവന്നു. ആ വഖഫ് ആക്ട് അന്ന് പാർലമെന്റ് അംഗങ്ങളുടെ പ്രതിഷേധവും കാരണം അത് നടപ്പിലാക്കാതിരിക്കുകയും പിന്നീട് ഏകദേശം 10-11 വർഷം പഠനം നടത്തിയിട്ടാണ് 95 വഖഫ് ആക്ട് വന്നത്. 95 വഖഫ് ആക്ട് വന്നതിന് ശേഷം പോലും 3 ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഏകദേശം 17 വർഷത്തോളം ജോലിയെടുത്ത് ശ്രീമാൻ MOH ഫാറൂഖ്, അതുപോലെ ഗുലാം നബി ആസാദ്, അതുപോലെ റഹ്മാൻ ഖാൻ, ഇവരുടെയൊക്കെ അധ്യക്ഷതയിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ചേർന്ന് പഠനം നടത്തി അതുപോലെ സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിശോധിച്ച് നടപ്പിലാക്കിയെടുത്ത ഒരു വഖഫ് നിയമമാണ് 2013 ഭേദഗതി നിയമം. അപ്പൊ ആ ഭേദഗതി നിയമത്തിന് ഒരു സുപ്രഭാതത്തില് ആരും അറിയാതെ ഒരു വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരാം. ഈ ഭേദഗതി ബില്ലിൽ ഇതിൽ വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഒന്നാമത് ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. അഡ്വക്കേറ്റ് ജമാൽ, ഞാൻ അതിനകത്തൊരു സംശയം ചോദിക്കട്ടെ. ഒരു ആലോചനയും നടത്തിയിട്ടില്ല എന്ന് താങ്കൾ പറയുകയുണ്ടായല്ലോ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കേന്ദ്രമന്ത്രി കിരൺ റിജിജു പാർലമെന്റിൽ ഈ ബിൽ അവതരിപ്പിക്കവേ പറഞ്ഞത്, അദ്ദേഹം അത് അക്കമിട്ട് ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് കൂടിയാലോചന നടത്തിയതെന്നും ഏതെല്ലാം സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നിന്നാണ് വിവരങ്ങൾ തേടിയെന്നും ആരൊക്കെയാണ് പരാതി നൽകിയതെന്നും, അത് വ്യക്തികളുടെ പേരുകൾ പറഞ്ഞില്ല, സംഘടനകളുടെ പേരുകളും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ അദ്ദേഹം പറഞ്ഞു ഒരു ഫയൽ തന്നെ ഇതിനായി സൂക്ഷിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ കൃത്യമായ വിവരങ്ങൾ അതെല്ലാം കേന്ദ്ര സർക്കാരിനുണ്ട്. അപ്പോൾ കൂടിയാലോചന നടത്തിയിട്ടില്ല എന്ന വാദം തെറ്റാണല്ലോ, അല്ലേ? അത് തെറ്റല്ല, അത് ശരിയല്ല. ഞാൻ പറയാം. ഞാൻ 2016-18 കാലത്ത് കേന്ദ്ര വഖഫ് കൗൺസിൽ സെക്രട്ടറി ആയിരുന്നു. അവിടെ കൂടിയാലോചന, മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി കൂടിയാലോചന നടത്തിയത് സെൻട്രൽ ഗവൺമെന്റ് പുറപ്പെടുവിച്ച റൂൾ, അതായത് വഖഫ് പ്രോപ്പർട്ടി ലീസ് റൂൾസ് എന്ന് പറയുന്ന റൂൾസ്, ആ റൂൾസ് പുനഃപരിശോധിക്കാനും റിവ്യൂ ചെയ്യാനും മാറ്റങ്ങൾ വരുത്താനും വേണ്ടി കൂടിയാലോചനകൾ നടത്തുകയും ഞങ്ങൾ പല സംസ്ഥാനങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അവസരത്തിൽ ഞാൻ ഇന്ന് ഓർക്കുന്നു, പൂനെയിൽ ഈ കൂടിയാലോചനക്ക് പോയ ആളുകൾക്കെതിരെ വൻ പ്രതിഷേധവും മറ്റു കാര്യങ്ങളും കയ്യേറ്റം പോലും ഉണ്ടായിട്ടുണ്ട്. ആ കൂടിയാലോചന നടത്തിയത് വഖഫ് പ്രോപ്പർട്ടി ലീസ് റൂൾസിലാണ്. വഖഫ് ആക്ടിൽ ഭേദഗതി വരുത്തതിനെ കുറിച്ച് 2014 ശേഷം യാതൊരുവിധ നടപടിയും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല, കേന്ദ്ര വഖഫ് കൗൺസിൽ സ്വീകരിച്ചിട്ടില്ല. കേന്ദ്ര വഖഫ് കൗൺസിൽ രൂപീകരിച്ചിട്ട് തന്നെ ഇപ്പൊ ഏകദേശം 2 വർഷത്തോളമായി. അപ്പോൾ താങ്കൾ പറഞ്ഞു വന്ന ഒരു കാര്യം കൂടിയുണ്ട്, ഇത് ഒരു വിഭജനം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണല്ലോ താങ്കൾ പറഞ്ഞു വരുന്നതും. ഭരണഘടനാ വിരുദ്ധമാണെന്ന് മാത്രമല്ല, ഇത്രയും വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്തെ പ്രതിനിധികൾ ജോലിയെടുത്ത് പഠനം നടത്തി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ കൂടിയാലോചനകൾ നടത്തി സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് ഉണ്ടാക്കിയെടുത്ത ജനാധിപത്യ സംവിധാനത്തിലുള്ള 99% പരിപൂർണമായിട്ടുള്ള ഒരു വഖഫ് ആക്ട്, തെരഞ്ഞെടുക്കപ്പെട്ട മുത്തവല്ലിമാര്, തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാര്, തെരഞ്ഞെടുക്കപ്പെട്ട MP-മാര്, അവരെക്കാളും ഭൂരിപക്ഷം കൂടാത്ത നോമിനേറ്റഡ് ബോർഡ് അംഗങ്ങൾ, ഇതായിരുന്നു ഘടന. ഈ ഘടന അവിടെ അപ്പാടെ നശിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ എന്താണ്? വഖഫ് സർവേ കമ്മീഷനാണ് വഖഫ് ആക്ടിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ 1954 വഖഫ് നിയമം വന്നപ്പോഴേ അന്ന് സർക്കാർ സംസ്ഥാന സർക്കാരാണ് സർവേ കമ്മീഷൻ നിയമിക്കേണ്ടത്. സംസ്ഥാന സർക്കാർ സർവേ കമ്മീഷനെ നിയമിച്ചു. സംസ്ഥാനത്ത് മുഴുവൻ സർവേ നടത്തി ഏകദേശം 4500ഓളം വഖഫുകൾ പരിശോധിച്ചു. നമ്മളിപ്പോഴും ആ രേഖകൾ പരിശോധിച്ചേക്കാണ് ആദ്യത്തെ ഒരു 2000ഓളം വഖഫുകൾ പഴയ മദ്രാസ് സംസ്ഥാനത്തെയോ കർണാടക സംസ്ഥാനത്തെയോ ആണ്.
സൗത്ത് കാനറ ഡിസ്ട്രിക്ട് അന്ന് കേരളത്തിലല്ലായിരുന്നു. അപ്പൊ അവിടെ നിന്നൊക്കെയുള്ള സർവേ കമ്മീഷൻ റിപ്പോർട്ട് ക്രോഡീകരിച്ച് പ്രസിദ്ധീകരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട 4500ഓളം വഖഫ് സ്ഥാപനങ്ങൾ വെച്ചാണ് കേരളത്തിൽ വഖഫ് ബോർഡ് തുടങ്ങിയത്. വഖഫ് ബോർഡിന്റെ പ്രവർത്തനം തുടങ്ങിയത് 54 ആക്ട് വന്നപ്പോൾ. അപ്പൊ ആ സംവിധാനം തകർത്തുകൊണ്ട് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഭേദഗതി ബില്ല് അംഗീകരിക്കുകയാണെങ്കിൽ സർവേ കമ്മീഷണർമാർക്ക് പകരം ഡെസിഗ്നേറ്റഡ് കളക്ടർമാരാണ് വരിക. ജില്ലാ കളക്ടർ അല്ല, ഡെസിഗ്നേറ്റഡ് കളക്ടർമാരാണ്. അത് തഹസിൽദാർ വരെ ആവാം. അപ്പൊ ഈ തഹസിൽദാർ മുഖേനയാണ് ഇനി നേരത്തെ സർക്കാർ അന്വേഷണം നടത്തി എൻക്വയറി നടത്തി സിവിൽ പ്രൊസീജിയർ കോഡിന്റെ നടപടിക്രമങ്ങൾ പാലിച്ച് ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയായി പ്രവർത്തിച്ച് കണ്ടെത്തിയ വഖഫുകള് വീണ്ടും പരിശോധിക്കാൻ ഈ കളക്ടർമാർക്ക് അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് കളക്ടർമാർക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ പരിശോധിച്ച് ഇനി ഇത് വഖഫല്ല എന്ന് വീണ്ടും തുടങ്ങുകയാണ്. ഇത് എങ്ങനെയാണ് വഖഫുകളുടെ സംരക്ഷണത്തിന് വേണ്ടി എന്ന് പറയാൻ പറ്റുക? അതുപോലെ ഏത് റിലീജിയസ് ബോഡിയിലാണ് ആദാത് മതസ്ഥരല്ലാത്ത ആളുകളെ വെച്ചിട്ടുള്ളത്? ഉദാഹരണത്തിന് നമ്മുടെ ട്രാവൻകൂർ ദേവസ്വം ബോർഡ്, അതുപോലെ ഗുരുവായൂർ ദേവസ്വം ബോർഡ്, അത് അങ്ങനെ തന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. അവിടെ മറ്റു മതസ്ഥരെ വെക്കരുത്. ജില്ലാ ജഡ്ജി ജുഡീഷ്യറി എന്നുള്ള ഡെപ്യൂട്ടേഷൻ പോലും പ്രിഫറബിളി അല്ല, ഹി മസ്റ്റ് ബി എ ഹിന്ദു ഫോളോവർ എന്നാണ് പറയുന്നത്. ഹിന്ദു വിശ്വാസിയായിരിക്കണം. അപ്പൊ അത് ഭരണഘടന വാഗ്ദാനം ചെയ്ത പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട ഒരു അവകാശമാണ്. ആ അവകാശം നിഷേധിച്ചുകൊണ്ടുള്ള രാജ്യത്തെ മുഴുവൻ വഖഫ് പ്രോപ്പർട്ടി നശിപ്പിക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. നമുക്കൊക്കെ വിഭിന്നമായിട്ട് പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിലെ, അതുപോലെ ചണ്ഡീഗഡ്, ഈ 3 സംസ്ഥാനങ്ങളുടെയും വഖഫുകൾ ഒറ്റ ബോർഡായിരുന്നു. ഹരിയാനയിൽ നമുക്കറിയാം പട്ടോടി നവാബ് മാത്രമായിരുന്നു ജീവിച്ചിരിക്കുന്ന ഏക മുത്തവല്ലി. ബാക്കി മുഴുവനും ഇവാക്യൂ പ്രോപ്പർട്ടി ആയിരുന്നു. ഈ ഇവാക്യൂ പ്രോപ്പർട്ടി മുഴുവൻ 3 സംസ്ഥാനങ്ങളിലെയും ഏകദേശം 98 വരെ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് കൈകാര്യം ചെയ്യും. അതിനുശേഷം 3 വഖഫ് ബോർഡുകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഈ 3 വഖഫ് ബോർഡുകൾ മുത്തവല്ലിമാരില്ല എന്ന് വെച്ചാൽ അവിടെ കമ്മിറ്റി ഇല്ല, അല്ലെങ്കിൽ മുത്തവല്ലിമാരില്ല. ഇത് നേരിട്ട് ബോർഡാണ് അവിടെ ഭരിക്കുന്നത്. അപ്പൊ ഈ ഇവാക്യൂ പ്രോപ്പർട്ടിയുടെ പ്രൊവിഷൻ പുതിയ വഖഫ് ഭേദഗതി ബില്ലിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്ന് വെച്ചാൽ ആ പ്രോപ്പർട്ടിയൊക്കെ ഗവൺമെന്റിലേക്ക് തിരിച്ചെടുക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണിത്. അതുപോലെ നേരത്തെ ലഭിച്ചിരിക്കുന്ന സെക്ഷൻ 107 പ്രകാരമുള്ള ലിമിറ്റേഷൻ ആക്ടിന്റെ പ്രൊട്ടക്ഷൻ, അത് ഇപ്പോൾ സംസാരിച്ച അഡ്വക്കേറ്റ് BM ജമാലിന് വർഷങ്ങളായിട്ട് വഖഫ് സ്വത്തുക്കളുമായിട്ട് ബന്ധമുള്ളയാളാണ്. അദ്ദേഹം കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡിലും ഇരുന്നിട്ടുള്ള ആളാണ്. പ്രധാനപ്പെട്ട പദവി വഹിച്ചിട്ടുള്ള ആളാണ്. ഇതിൽ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ അമുസ്ലിങ്ങളായവരെ ഇതിന്റെ ഭരണനിർവഹണത്തിൽ ഉൾപ്പെടുത്തിയതും, അതുപോലെ തന്നെ കളക്ടർമാർക്ക് ഇതിന്റെ ഈ സർവേ അധികാരങ്ങൾ കൊടുത്തതും, ഇത് വഖഫ് സ്വത്തുക്കൾ തന്നെയാണോ എന്ന് പരാതി ഉയർന്നാൽ അത് പുനർനിർണയിക്കുന്നതിനുള്ള അധികാരം കൊടുത്തതുമാണ് പ്രധാനമായിട്ടും എതിർക്കപ്പെടുന്ന കാര്യങ്ങൾ. ആകെ തുകയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുസ്ലിം വിരുദ്ധം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണമായിട്ട് ഇന്ന് പാർലമെന്റിൽ വന്നത്.